എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണോ ടിക്കറ്റ് ഫിനാലെ? ഇതാണോ? എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കഴിവ് കൊണ്ട് ജയിക്കേണ്ട ടാസ്ക് ആണ്. ബാക്കിയുള്ളവരെ വെട്ടി വീഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, അവരെക്കാലം ഒരു ക്വാളിറ്റി നമുക്കുണ്ട്, അല്ലെങ്കിൽ അവരെക്കാലം ഒരു പവർ നമുക്ക് ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലിയോ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടലി കാരണം നമുക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ടിക്കറ്റ് ഫിനാലെ. ഇത് വഴക്കും അടിയും കൂട്ടയടിയും എല്ലാം ശരി തന്നെ, ബിഗ് ബോസിന് കണ്ടന്റ് തന്നെയാണ് വേണ്ടത്. പക്ഷേ ടിക്കറ്റ് ഫിനാലയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലത്തെ പ്രശ്നം തീർന്നിട്ടില്ല. മുത്തുവും റയാനും കൂടെ വീട് നിന്ന് കത്തുന്ന ഒരടി. ഇന്ന് നേരം വെളുക്കും മുതൽ ഇരുട്ടം വരെ അതായിരുന്നു സംഭവം. അത് മാത്രമല്ല, മുത്തുവിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അത് മുത്തുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതാണോ, അതോ ഗെയിം എന്ന് ചിന്തിച്ച് ഇരുട്ടും വരെ വെള്ളം കോരി ഈ ഡേ 1 മുതൽ 85 ദിവസം കൊണ്ട് കോരിയിട്ട് അതിന് 86 എന്ന് കൊണ്ടിട്ട് ഉടച്ച്, അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തോടു കൂടി മുത്തു പടുകുഴിയിൽ വീണ് മുത്തുവിന് ഭയങ്കരമായ ഒരു നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ മുത്തുവിന് ഭയങ്കര നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായ നെഗറ്റീവ്. അത് എന്തുകൊണ്ടാണ്? മുത്തു തന്നെ ചെയ്തു വെക്കുന്ന ഓരോരോ വേലകൾ കൊണ്ടാണ്. മുത്തു സംസാരിച്ച് പഴയതുപോലെ ഒരു ലെവലിലോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പേച്ചിത്തരമയുള്ള മുത്തുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു മെയിൻ റീസണാണ്. പിന്നെ ടിക്കറ്റ് ഫിനാലെ, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ചുമ്മാ ഇരിക്കുന്നവരും വരുന്നവരും പോകുന്നവരും ഒക്കെ ബിഗ് ബോസ് പോയിന്റുകൾ വാരി കൊടുക്കുകയാണ്. പോയിന്റുകൾ ഇന്ന് കൊടുക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് ആഹാരം വേണോ കഴിക്കാൻ, അതോ പോയിന്റ് വേണോ, പോയിന്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ കളിക്കണം. ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലയിൽ പോയിന്റ് ഇട്ടുണ്ടെങ്കിൽ വേറൊരാൾ കളിക്കണം. അവരെ വിശ്വസിച്ച് അവർക്ക് പോയിന്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒരു ബിഗ് ബോസിനെ കണ്ടതെങ്കിൽ ഒരു അടി പറ്റിച്ച് കൊടുക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ടിക്കറ്റ് ഫിനാലെ നമുക്ക് വേണ്ടി നമ്മൾ കളിച്ച് നേടുന്ന പോയിന്റുകളാണ്. ഇത് അയാൾക്ക് പോയിന്റ് കിട്ടണമെങ്കിൽ വേറൊരാൾ കളിക്കണം. അതിനകത്ത് ഡീലൊക്കെ ഉറപ്പിക്കാം, ഓക്കെ. പക്ഷേ ഇതെന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സാധനം. പിന്നെ നല്ല സ്പീച്ച് പറഞ്ഞതാരാണ്, അവർക്ക് 3 പോയിന്റ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നെഗറ്റീവ് പോയിന്റ്, ഒന്നാമതേ പോയിന്റുകൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നെഗറ്റീവ് വെച്ചത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ നെഗറ്റീവ് ഈ കുറേയൊക്കെ ഇപ്പം സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള ലെവലിലോട്ട് വരുന്നുണ്ട്. കാരണം ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ, ഇവരുടെ കാൽക്കുലേഷൻസും അവരുടെ കാൽക്കുലേഷൻസും കൂടി രണ്ടും ഡിഫറെൻറ്റ് വേ ആണ്. പലരെയും ജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇന്ന് മൊത്തം 3-4 ടാസ്ക് കൊടുത്തു. ഒരു ടാസ്ക് കൊടുത്തിട്ട് അവസാനം അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് 4ാമത്തെ ടാസ്ക് ആയിരുന്നു എന്ന് പറയുന്നത്. 5ാമത്തെ ടാസ്ക് കൊടുത്തു, 6ാമത്തെ ടാസ്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു ബോണസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിന് നാളെ 7 ആണോ എന്ന് നാളെ പറയും. കാരണം നാളെ ഇനിയിപ്പോൾ വരുന്നത് 8 ആണെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് 7, ഈ ബോണസ് ആയിരുന്നു 7. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് പലർക്കും അയ്യോ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പോകും. ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ വീക്കിലി ടാസ്കിൽ കൊടുക്കണമായിരുന്നു. ഇതുപോലെ ഈ ടിക്കറ്റ് ഫിനാലെ ഇത് തന്നെയായിരിക്കും മലയാളം. അയ്യോ ചെന്നൈയിൽ വെച്ചാണെങ്കിൽ ഇത് തന്നെയായിരിക്കും മലയാളം, ഒരു മാറ്റവും വരത്തില്ല. ഇത് നമ്മൾ കണ്ട് മുടിഞ്ഞ് ചാവും. റയാനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഒരു മുമ്പിൽ നിൽക്കുന്നത്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 87 ഡിസംബർ തീർന്ന് ജനുവരി 1-ാം തീയതി. ഹാപ്പി ന്യൂ ഇയർ. ജനുവരി 1-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ഒട്ടുമേ സുഖമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ടൊക്കെ ആട്ടഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ സൗണ്ട് ഒച്ച എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തുമ്മലായിരിക്കും. ഞാൻ ടർക്കിയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വയ്യ. രാവിലെ തന്നെ വീടൊക്കെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. റയാൻ, മഞ്ജരി, പിന്നെ നമ്മുടെ മുത്തു, ജാക്ലിൻ, ഇവർ 4 പേരും കൂടെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ റയാൻ പറയാണ്, നീ ഇന്നലെ പറഞ്ഞു ഞാൻ ചെയ്തത് എത്തിക്കലല്ല എന്ന്. ടാസ്കിൻ്റെ ഇടയിൽ നീ ചെയ്തത് എത്തിക്കലാണോ? അല്ലല്ലോ, 5 പേര് ചേർന്നുകൊണ്ടാണ് എന്നെ തോപ്പിക്കാനായിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ മുത്ത് പറയാണ്, അല്ലല്ല, നിന്നെ എന്ന് നീ പറയരുത്. പോയിന്റ്സ് കൂടുതൽ ഉണ്ടായിരുന്നത് ആരെയാണോ അവരെ തോപ്പിക്കാനാണ് വന്നത്. നിന്നെ മാത്രമല്ല, നിന്നെയും നിന്റെ തൊട്ട് പിറകെ ആർക്കൊക്കെ പോയിന്റ്സ് കിട്ടിയോ അവരെ എല്ലാമാണ് തോപ്പിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ റയാൻ പറയണം, അങ്ങനെയല്ല, ഒരാളെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും 5 പേരെ ചേർന്ന് കാണിച്ചത് അൺഎത്തിക്കലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മുത്ത് പറയാണ്, നിന്നെ അല്ല, പോയിന്റ് കൂടുതലുള്ള വ്യക്തി റയാനാണ്, പോയിന്റ് കൂടുതലുള്ള വ്യക്തി. അതുകൊണ്ടാണ് റയാനെ പുറത്താക്കിയത്. അപ്പോഴത്തേക്ക് മഞ്ജരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ എന്തിനു പുറത്താക്കി? അതൊക്കെ നിങ്ങൾക്ക് ഇന്നലെ പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
ടാസ്കിൻ്റെ ആ ഒരു ടാസ്ക് സെക്കൻഡിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ പുറത്താക്കിയത്. അപ്പം പറയാൻ പറയാണ് പേടിച്ച് പോയല്ലേ, പേടിച്ചുകൊണ്ടല്ലേ ഞാൻ ജയിക്കുമെന്ന് പേടിച്ചുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഔട്ടാക്കിയത്. അപ്പം മുത്തു പറയാണ് നീ വാ. അപ്പം എന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് റയാൻ. നീ വാ ഇങ്ങനെ മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാണ്. അല്ലടാ എന്ന് പറയുന്നു. അപ്പം മുത്തു പറയുന്നു പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്ന് പറയില്ലേ റയാൻ, കേട്ടോ, ഇങ്ങനെ പേടിച്ച് ചെയ്തതാണ്, നിങ്ങൾക്ക് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിന്നെ ഭയക്കേണ്ട കാര്യമൊന്നും നമുക്ക് 5 പേർക്കും കൂടെ ചേർന്നത് നിന്നെ ഭയക്കേണ്ട കാര്യത്തിനൊന്നും അത്ര വലിയ അളവിനൊന്നും ഉള്ള ഒരാളൊന്നും അല്ല നീ എന്ന് ഞാൻ ആര് പറഞ്ഞു? മുത്തു. അപ്പം റയാൻ എടാ ഞാൻ ഓക്കെ സമ്മതിച്ചു, ഞാൻ ഒറ്റയ്ക്ക് നിന്നാടാ കളിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്ന് ടിക്കറ്റ് ഫിനാലെ ഒരാൾക്കേ കിട്ടുള്ളൂടാ. അപ്പം മുത്തു ശരി ഇനി ഞാൻ അലയ്ക്കാൻ നിൽക്കില്ല, ഞാൻ പോണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുത്തു പോകുന്നു. മുത്തു പോകുമ്പോഴത്തേക്കും ജാക്ലിൻ പറയണം റയാൻ നീ അത് പറയരുതായിരുന്നു, നിന്നെ ഭയന്ന് കൊണ്ടാണ് അവർ 5 പേരും കൂടി നിനക്കെതിരെ വന്നതെന്ന് നീ പറഞ്ഞത്, അത് പ്രൊവോക്കിംഗ് ആണ്. നിങ്ങൾ തമ്മിലൊരു ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ, അതിനിടയിൽ കൂടെ കയറി നീ പ്രൊവോക്കിംഗ് ആണ് ചെയ്തത് എന്ന് പറയാണ്. അപ്പം തുടങ്ങി. അപ്പം അവനും പറഞ്ഞില്ലേ, അവനും എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നീ അത്ര വലിയ അളവിനൊന്നും ഉള്ള ആളല്ല, നിന്നെ പേടിക്കാൻ മാത്രം അത്ര വലിയ അളവിനുള്ള ആളൊന്നും അല്ല നീ എന്ന് പറഞ്ഞില്ലേ. അപ്പം ആദ്യം തുടങ്ങി വെച്ച് നീയല്ലേ റയാൻ എന്നിങ്ങനെ ജാക്ലിൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിയുന്നു മുത്തുവും മഞ്ചരിയും കൊണ്ട് നിൽക്കുവാണ്. അപ്പം മുത്തു പറയുകയാണ് അവൻ ഔട്ടാക്കി എന്ന് ഇപ്പം പറയുന്നു. അവനെ ഔട്ടാക്കിയത് എല്ലാവരും കൂടെ, അവൻ ബോയ്സ്, ഇവനിപ്പോൾ കളിച്ചത് എന്താ, ബോയ്സിനെയാണ് ഇവൻ ഔട്ടാക്കിയത് മൊത്തം. എന്നിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഗേൾസിൻ്റെ കൂടെ പമ്മി കളിച്ചുകൊണ്ടിരുന്നു. അപ്പം അതെന്തിനാ, ബോയ്സിനെ ഔട്ടാക്കി കഴിഞ്ഞാൽ ഗേൾസിന് ശക്തി ഇല്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ കളിച്ച് ജയിക്കാം എന്നുള്ള ഒരു ലെവലായിരിക്കും എന്നായിരിക്കും മുത്തു ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് വലിയ ലെവലിൽ മുത്തു പറഞ്ഞില്ല. പെണ്ണുങ്ങളുടെ കൂടെ കളിച്ചവൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുത്തു സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ല. അത് സ്ട്രെസ് ചെയ്തിരുന്നെങ്കിൽ മുത്തു പെട്ടുപോയേനെ, എന്താണ് അവിടെ പെണ്ണുങ്ങൾക്ക് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ. സൗന്ദര്യം തന്നെ മതി, പക്ഷേ സൗന്ദര്യം ഇന്ന് ഭയങ്കര സൈലൻ്റ് ആണ്, അതാണ് വേറൊരു കാര്യം. അപ്പം ഇത് ഞാൻ കഥയാണ്, റിവ്യൂ പറയാതിൻ്റെ. അപ്പം പവിത്ര ജാക്ലിൻ റയാൻ കുറച്ച് കഴിയാണ്. അപ്പോഴത്തേക്കും ജാക്ലിൻ പറയാണ് ഇവനാണ് തുടങ്ങിയത്, ഇവനാണ് തുടങ്ങി വെച്ചത്, പ്രൊവോക്കിംഗ് തുടങ്ങിയത് ഇവനാണ്. അപ്പം എന്നിട്ടപ്പോൾ റയാൻ പറയണം ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അവസാനം എല്ലാം ലാസ്റ്റ് എൻ്റെ തലയിൽ കൊണ്ടിടും. അപ്പം ജാക്ലിൻ എടാ എനിക്ക് എത്തിക്സ് നിന്നെ പോലെ ഇല്ല കേട്ടോ, ദയവ് കരുതി മതിയായി, എനിക്ക് നീ പറഞ്ഞതൊക്കെ മതിയായി, എനിക്ക് നിന്നെ പോലെ എത്തിക്സ് ഒന്നും ഇല്ലേ. അപ്പോഴത്തേക്കും റയാൻ നീ ഓരോന്ന് കേട്ടിട്ട് സംസാരിക്കും ജാക്ലിൻ, ഞാൻ നിന്നെ പറ്റി ആവുന്നല്ലോ പറഞ്ഞത്, ഞാൻ വല്ലോ പറഞ്ഞു. അപ്പം ജാക്ലിൻ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞു അത് ഈ പിടിച്ച് കളിക്കല്ലേ റയാനെ, കേട്ടോ. കുറച്ച് കഴിയുന്നു ജാക്ലിനും റയാനും കൂടെ വഴക്കാവുന്നു. ആരുടെ, മുത്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നീയാണ് അവനെ പ്രൊവോക്ക് ചെയ്തതെന്നാണ് ജാക്ലിൻ പറയുന്നത്. അപ്പം എല്ലാം എൻ്റെ തലയിൽ ഇട്ടോ എന്നാണ് റയാൻ പറയുന്നത്. എന്നിട്ട് ജാക്ലിൻ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, മുത്തുകൊണ്ട് മഞ്ചരിയുണ്ട് പറയാണ് എടാ ഇപ്പം അവൻ പറയുന്നത് കേട്ടോ, ഞാൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോന്നും പ്രൊജക്ഷന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എന്താണ് അവൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. കുറച്ച് കഴിയുന്നു മുത്തു നേരെ പോയിട്ട് നീ എന്നെ പേടി എന്ന് പറഞ്ഞു, ഓക്കെ, അല്ല നിന്നെ പേടിക്കേണ്ട അളവിലൊന്നും അത്ര വലിയ ആളൊന്നും അല്ല നീ എന്ന് ഞാൻ പറഞ്ഞു, അത് തെറ്റാണ്, സോറി. അപ്പോഴത്തേക്കും അല്ല സോറി പറയുന്നില്ല, നിന്നെ വലിയ പേടിയെന്ന് നീ പറയരുത് കേട്ടോ, നിന്നെ പേടി എന്ന് പറയരുത്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് റയാൻ, നിന്നെ നമുക്ക് ആർക്കും ഒരു പേടിയില്ല. അപ്പം ജാക്ലിൻ ദീപക്കിൻ്റെ പോയിട്ട് പറയണം നല്ലതല്ല, റയാൻ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. മുത്തു കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും തീരുന്നില്ല. റയാൻ ഞാൻ എന്താ പറയുക, നിന്നെ അന്നേരം ഞാൻ പറഞ്ഞതിന് നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് സോറി പറയുന്നത്. എന്തിനാണ് നിൻ്റെ വായുടെ കേസ്, നിൻ്റെ വായ ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നു, നീ എന്നെ കളിയാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു കേസിന് മാത്രം ഞാൻ സോറി പറയുന്നു. അപ്പം റയാൻ ഞാൻ എന്നെ പേടിയുണ്ട് എന്ന് പറയും, എന്നെ പേടിയുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞതിന് ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് തീരുന്നു. മഞ്ചരിയാണ് ഇതിൻ്റെ നടുക്ക് എന്നുകൊണ്ട് റയാൻ നീ പറഞ്ഞത് നീ എന്നെ പേടിയാണോ എന്ന് ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് റയാനെ കൊണ്ട് പറയിക്കുന്നത്. അത് മുത്തു പറഞ്ഞത് കൊണ്ടാണ് റയാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ റയാൻ ഇന്ന് നല്ല കത്തി കയറുന്നുണ്ട്, നല്ലപോലെ കത്തി റയാൻ കയറുന്നുണ്ട്. മുത്തു ആണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു. റയാൻ ആ പ്രശ്നം തൽക്കാലം സോൾവ് ആവുന്നു. അപ്പോഴാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് 3 പോയിന്റ്സ് ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് 3 പോയിന്റ്സും കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പറയുക. 1 മിനിറ്റാണ് സമയം. ലിവിംഗ് റൂമിൽ വന്നത് പറയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ടിക്കറ്റ് ഫിനാലയിലെ 3 പോയിന്റ്സ് കിട്ടാൻ അർഹതപ്പെട്ട ഒരാളാണ്. ബിഗ് ബോസ് വേറെ ഒന്നും പറയുന്നില്ല. അപ്പം ഞാനും ഇങ്ങനെ വിചാരിക്കുകയാണ് ശരി തന്നെ, ഓരോരുത്തർക്ക് ഇന്നലെ 1 പോയിന്റ് കിട്ടി, 2 പോയിന്റ് കിട്ടി, അപ്പം എന്താണ് കാരണം എന്നൊക്കെ അവർ പറയുമായിരിക്കും. ഇങ്ങനെ കേട്ടിരുന്നത് ഓരോരുത്തരും ഓരോ കഥ പറയണം. 1 മിനിറ്റേ സമയമുള്ള ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം ബിഗ് ബോസ് ചോദിക്കണം ബെസ്റ്റ് സ്പീച്ച് ആരുടേതായിരുന്നു, ബെസ്റ്റ് സ്പീച്ച് ആരുടെ ആയിരുന്നു. ഇവർ മിക്കവാറും വിചാരിച്ചാണ് ക്യാപ്റ്റൻസിക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന്. ബെസ്റ്റ് സ്പീച്ച് ആരുടെയാണ് വോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെ മിക്കവുള്ളവരും മഞ്ചരിയുടെ പേരാണ് പറയുന്നത്. അങ്ങനെ മഞ്ചരിയാണ് ബെസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മഞ്ചരി മുത്തുവും ജാക്ലിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും മഞ്ചരിക്കാണത് കിട്ടുന്നത്. അപ്പം മഞ്ചരി എന്നാ പിടിച്ചോ 3 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മഞ്ചരിക്ക് ചുമ്മാ കൊടുത്തു. എന്നിട്ട് അപ്പം ഇത് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് 4 ആണെന്ന് പറയുന്നില്ല.
എന്ത് ചെയ്യുന്നു? മഞ്ചരിക്ക് 3 പോയിന്റ് കൊടുക്കുന്നു. പക്ഷെ മഞ്ചരി 3 പോയിന്റ് എന്താണ് ചെയ്യാനുള്ളത്? വേറെ പോയിന്റുകളുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നിന്നും പിടിച്ചു വാങ്ങിക്കണം പോയിന്റ്. അവരുടെ പോയിന്റ് മഞ്ചരിക്ക് എന്ത് ചെയ്യാം? എടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു മഞ്ചരി ബുദ്ധിയോടെ കളിക്കോ ഇല്ലേ നോക്കട്ടെ എന്ന്. പക്ഷെ മഞ്ചരി ബുദ്ധിയോടെ കളിച്ചു. റയാൻ, വിശാൽ, റാണം. റയാന്റെ ഒരു പോയിന്റ്, വിശാലിന്റെ ഒരു പോയിന്റ്, റാണവിന്റെ ഒരു പോയിന്റ് വീതം ഞാൻ എടുക്കുന്നു. ഒരു പോയിന്റ് എടുക്കാൻ പറ്റുള്ളൂ, ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും റയാന്റെ, വിശാലിന്റെ, റാണവിന്റെ ഓരോ പോയിന്റ് കുറഞ്ഞാണ് മഞ്ചരിക്ക് എത്ര പോയിന്റ് കിട്ടുന്നത്? 3 പോയിന്റ് കിട്ടുന്നത്. അപ്പോഴത്തേക്കും എന്താവുന്നു? നമ്മുടെ റയാനും വിശാലിനും റാണവനും ഒരു പോയിന്റ് കുറയുകയും മഞ്ചരിക്ക് കറക്റ്റ് 3 പോയിന്റ് വന്ന് കയറുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നത്തിലായിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും. ചുമ്മാ നിന്ന് അടുത്ത് ടിക്കറ്റ് പിന്നാലെ ഈ ലെവൽ കഴിഞ്ഞു. അപ്പോൾ ഈ ലെവൽ കഴിഞ്ഞപ്പോൾ വിശാലിന് ടോട്ടൽ 5 പോയിന്റ്. 6 ഉണ്ടായിരുന്ന വിശാലിന് എത്ര പോയിന്റ് ആയി? 5 ആയി. റയാന് 5 ആയിരുന്നു, അത് 4 ആയി. സൗന്ദര്യക്ക് നേരത്തെ 4 തന്നെയായിരുന്നു. റാണവിന് 4 ആയിരുന്നു, അത് 3 ആയി. ജാക്കിലിന് 3, ദീപക്കിന് 3, പവിത്രയ്ക്ക് 2, അരുണിന് 2, മുത്തുവിന് 1, മഞ്ചരിക്ക് 4. നേരത്തെ ഉണ്ടായിരുന്ന 1 പോയിന്റിന്റെ കൂടെ ഇപ്പം 3 കൂടെ കിട്ടി, 4 പോയിന്റ് മഞ്ചരിക്കായി. ഓക്കെ, അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു? ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് 5 എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹലോ ഹലോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം കഴിഞ്ഞു പോയത് 4 ആണ്. വേറെ ഒന്നും ബിഗ് ബോസ് പറയുന്നില്ല. ടെലിഫോണാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു ടെലിഫോൺ ഉണ്ട്, പാട്ട് കേൾക്കും. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി ടെലിഫോൺ എടുക്കാം. പല തവണയായിട്ട് ബെല്ലടിക്കും. അപ്പം അവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്, നോ നെറ്റ്വർക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഫോണിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും പോയി ആ ഫോൺ എടുക്കാം. ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങളുടെ അടുത്ത് ഒരു ടാസ്ക് ചെയ്യാൻ പറയും. ആ ടാസ്ക് ചെയ്യേണ്ടത് നിങ്ങളല്ല, നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാളാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്. നിങ്ങൾ നിർദ്ദേശിക്കേണ്ട ഒരാൾക്ക് ഈ ടാസ്കിലെ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല, ആരെ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിപ്പോൾ ഞാൻ പോയി ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ബിഗ് ബോസ് പറയും, ഈ ടാസ്ക് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് നിങ്ങൾ അയാളോട് പോയി സംസാരിക്കണം. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം ഇന്ന ആളാണ് ബിഗ് ബോസ് ടാസ്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളോട് പോയി സംസാരിക്കണം. എനിക്ക് വേണ്ടി നീ ടാസ്ക് ചെയ്യൂലേ എന്ന് നിങ്ങൾ സംസാരിക്കണം. അതിൽ നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാം. അതായത് പോയിന്റ്സിൻ്റെ കേസിൽ ഇപ്പോൾ ഈ ടാസ്ക് നീ ചെയ്യുവാണെങ്കിൽ നിനക്ക് ഇത്ര പോയിന്റ്സ്, എനിക്ക് ഇത്ര പോയിന്റ്സ്, എനിക്ക് വേണ്ടി നീ ഇത്ര ടാസ്ക് ചെയ്യുന്നത് നിനക്ക് 1 പോയിന്റ്, അല്ലെങ്കിൽ എനിക്ക് 2 പോയിന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീൽ ഉറപ്പിക്കാം. പോയിന്റ്സിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അയാളെ ടാസ്ക് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾക്ക് വേണ്ടി അയാൾ ടാസ്ക് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളെ അതിനൊക്കെ വേണ്ടി എനിക്ക് നീ ടാസ്ക് ചെയ്യുമോ, നീ ടാസ്ക് ചെയ്യുമോ, ആരടുത്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ടാസ്ക് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കുറയും, -1 പോയിന്റ് ആയിരിക്കും. അതായത് ഇപ്പം എനിക്കൊരു ടാസ്ക് തന്നു, ആ ടാസ്ക് ഈ വീട്ടിലുള്ള എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ആരും അത് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 5 പോയിന്റ് ഉണ്ടെങ്കിൽ എൻ്റെ 1 പോയിന്റ് കുറയും. പറഞ്ഞത് മനസ്സിലായോ? അതാണ് ടാസ്ക്. അപ്പം ഈ ടാസ്ക് കൊള്ളാം. പക്ഷേ ഇതൊക്കെ വീക്കിലിന് കൊടുക്കാനുള്ള ഒന്ന് ആലോചിച്ചു. ടിക്കറ്റ് ഫിനാലയിൽ എനിക്ക് പോയിന്റ് കിട്ടണമെങ്കിൽ ഇപ്പം ഞാൻ വേറൊരാളുമായിട്ട് കൊണ്ടുപോയി കളിപ്പിച്ച് അതിൽ നിന്ന് ഡീല് പിടിച്ച് വാങ്ങി 2 പോയിന്റ് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഡേ. പക്ഷേ ഇത് ടിക്കറ്റ് ഫിനാലേക്ക് ചേർന്ന സാധനമായിട്ട് തോന്നിയില്ല എനിക്ക് പേഴ്സണലി. അപ്പം എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഫസ്റ്റ് തന്നെ ടാസ്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ ദീപക് വന്ന് ഒരു വീൻ ബാഗ് കൊടുത്തോണ്ടാ ഞാനിവിടെ ഇരിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ആര് വന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ഒരു പ്രിഫറൻസ് പറഞ്ഞ് ടാസ്ക് കൊടുക്കാനായിട്ട് വാങ്ങിക്കുമെന്ന് പറയണം. പക്ഷെ അതൊന്നും അല്ലായിരുന്നു, പ്ലാൻ അതൊന്നും അല്ലായിരുന്നു. ബിഗ് ബോസിൻ്റെ പ്ലാൻ വേറെ ആയതുകൊണ്ട് ദീപകിൻ്റെ പ്ലാൻ നടന്നില്ല. ഫസ്റ്റ് മുത്തും റയാനും കൂടെ ഓടി വന്ന് എടുക്കുന്നുണ്ട്. മുത്തുവാണ് ആദ്യം എടുക്കുന്നത്. ഞാനും ആദ്യം കണ്ടപ്പോഴത്തേക്ക് മുത്തും റയാനും ഒരേ സമയമല്ലേ തൊടുന്നതെന്ന് നോക്കുന്നുണ്ട് ഫോണിൽ. പക്ഷേ സ്ലോ മോഷനിൽ വീഡിയോ ക്ലിപ്പ് വന്നായിരുന്നു. അപ്പം നോക്കിയപ്പോഴാണ് മുത്തു തൊടുന്നുണ്ട്, തൊട്ട് പിറകെയാണ് റയാൻ തൊടുന്നത്. അപ്പോൾ ആദ്യം ആരാണോ തൊടുന്നത് അവരാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തൊന്നും ഇരിക്കാൻ പാടില്ല, കാരണം നോ നെറ്റ്വർക്ക് സോണാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ഫോൺ എടുക്കാൻ നിർവാഹമില്ല, ഫോൺ എടുത്തുകൂടാ. അങ്ങനെ നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ അവിടുത്തെ വാതിലിൻ്റെ അവിടെ നിന്നാണ് മുത്തുവും ഈ പറയുന്ന റയാനും കൂടെ പാട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിൻ്റെ ടൂഡു ടു ടു ടൂഡു ആ പാട്ട് കേൾക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ മുത്തു എടുക്കുകയാണ്, ഫോൺ എടുക്കുകയാണ്. ഞാൻ എടുത്തു, നീ എടുത്തു, ഞാൻ എടുത്തു, നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരോട് വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ദീപക്കും ജാക്കലും പറയുന്നത് മുത്തുവാണ് ആദ്യം തൊട്ടത്. അപ്പോൾ മുത്തുവിന് ടാസ്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കപ്പ് ടവർ നിർമ്മിക്കുക. കപ്പ് ഉണ്ടാവും, 55 കപ്പ് ഉണ്ടാവും. ഈ 55 കപ്പും കൂടി ടവറാക്കണം, ടവറായിട്ട് നിർമ്മിക്കണം. നിർമ്മിക്കാനായിട്ട് 1.5 മിനിറ്റ് സമയം തരും, 90 സെക്കൻഡ് സമയം തരും. ഏറ്റവും അടിയിൽ ബേസിൽ 10,
9, 8, 7, 6 അങ്ങനെ 1 വരെയാണ് അടിക്കേണ്ടത്. 1.5 മിനിറ്റ് സമയമുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ആരാണ് ഈ ടാസ്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഓൾറെഡി ഈ ഫോൺ എടുത്തതിൻ്റെ പേരിലോട്ട് വഴക്കിടക്കാണ്. ഞാനാണ് എടുത്തത്, നീയാണ് എടുത്തത്, ഞാനാണ് എടുത്തത്, നീയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് മുത്തും ഈ പറയുന്ന റയാനോട് വഴക്കിടക്കണം. അപ്പം എനിക്ക് വേണ്ടി ജാക്ലിൻ ടാസ്ക് ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, ജാക്ലിനെ പോയി ചോദിക്കാൻ പറഞ്ഞു. ജാക്ലിൻ പറഞ്ഞു വേണ്ട, റയാനെ വിളിക്കുക, എനിക്ക് ഇത്തിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, റയാനാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ റയാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷേ വിളിക്കണോ, വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റയാനെ വിളിക്കുകയാണ്. പക്ഷെ ഇവരെ ഡീലിൻ്റെ കാര്യമൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. നിനക്ക് നീ എനിക്ക് വേണ്ടി ടാസ്ക് ചെയ്യോ? ഓക്കെ, ചെയ്യാം. ബിഗ് ബോസ് അപ്പം തന്നെ പറയുന്നു ജാക്ലിൻ സമ്മതിച്ചില്ലല്ലോ, അപ്പോൾ അത് എൻ്റെ അടുത്ത് പറയണം, അപ്പം ഞാൻ നിങ്ങൾക്ക് അടുത്ത സമയം തരും എന്ന് പറയണം. അപ്പം ലിവിംഗ് റൂമിൽ വന്ന് നിൽക്കുന്നു. വേറെ ആർക്കെങ്കിലും ഈ ടാസ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മുത്തു ചോദിക്കുക. 5 മിനിറ്റ് മാത്രമേ ഇവിടെ ഉള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് മുത്തുവിന് സമയം തരത്തുള്ളൂ. 5 മിനിറ്റിനകത്ത് കൺവിൻസ് ചെയ്ത് മുത്തുവിന് വേണ്ടി ടാസ്ക് ചെയ്യാൻ ആരും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ മുത്തുവിൻ്റെ ഒരു പോയിന്റ് കുറയും എന്ന് പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, കൺവിൻസ് ആവുന്നു. അപ്പം തന്നെ റയാൻ ഞാൻ ചെയ്യാടാ എന്ന് പറയുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. മുത്തുവും റയാനും ആക്ടിവിറ്റി ഏരിയയിലുണ്ട്. 10, 9 എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കുകയാണ്. 10 അടുക്കുന്നു, 9 അടുക്കുന്നു, 8 അടുക്കുന്നു, 7 അടുക്കുന്നു, 6 അടുക്കുന്നു. അപ്പോൾ മുത്തു ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 51, 52. പക്ഷെ മുത്തുവിന് കുറച്ച് മാറിപ്പോകുന്നു. സെക്കൻഡ്സ് എന്നാൽ അങ്ങനെയല്ലല്ലോ. 1, 2, 3, 4, 5, 6 ഇങ്ങനെയല്ലേ സെക്കൻഡ്സ് പോകുന്നത്. മുത്തു എണ്ണുന്നത് 1, 2, 3 ഇങ്ങനെയാണ് എണ്ണുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസിൽ മുത്തു 73 സെക്കൻഡ് വരെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 90 സെക്കൻഡായി ബസർ അടിച്ച് ഔട്ടാവുന്നു. ഏറ്റവും എളുപ്പമുള്ള ടാസ്ക് ഇത് മാത്രമായിരുന്നു. ഈ സാധനമാണ് ഇത്തിരിയെങ്കിലും എളുപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഔട്ടായി പോകും. ഔട്ടായി പോകും? ഇപ്പം മുത്തുവിനാണ് ഫോൺ കോൾ വന്നത്. അപ്പം മുത്തു വേറൊരാൾക്ക് ടാസ്ക് കൊടുത്തു. അയാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുത്തു ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഈ ഗെയിമിൽ നിന്ന് മുത്തു ഔട്ടാവും. ഈ ടാസ്ക് 4 നിന്നും 5 നിന്നും മുത്തു ഔട്ടാവും. അതാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ പറയാൻ മറന്നുപോയി. അങ്ങനെ മുത്തു ഔട്ടാവുന്നു. റയാൻ സൂപ്പറായിട്ട് കളിച്ചു. കാരണം മുത്തു കാരണമാണ് അവിടെ തോറ്റെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ റയാൻ കുറച്ചുകൂടെ സമയം തീരാറായി എന്ന് പറഞ്ഞ് വേഗം അടുക്കി വെച്ചേനെ. അടുത്ത് റയാനും സൗന്ദര്യം കൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ മാക്സിമം ഇവിടെ ഓരോ കാര്യം ഞാനിവിടെ ടീമാണെന്ന് പറഞ്ഞു. എന്ത് ടീമായിട്ടാണ് ഞാനിവിടെ ചെയ്തത്? ഞാനൊരു ടീമും ഇവിടെ ചെയ്തിട്ടില്ല. അവനാണ് ഇവിടെ ടീമായിട്ടൊന്ന് കളിച്ചത് എന്ന് പറഞ്ഞു. അടുത്ത് 2ാമത്തെ റൗണ്ട് വരുന്നു. ദീപക്കാണ് പോയി ഫോൺ എടുക്കുന്നത്. ദീപക്കിന് കിട്ടുന്ന ടാസ്ക് ഇതാണ്. 360 സെക്കൻഡ് സമയമുണ്ട്. അതിനുള്ളിൽ 5 ലിറ്റർ വെള്ളം കുടിക്കണം. ഒരു കാരണവശാലും നടക്കുന്നില്ല. 5 ലിറ്റർ വെള്ളം കുടിക്കണം. 360 സെക്കൻഡാണ്, അതായത് 6 മിനിറ്റ് ആണ്. 6 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ റാണവിനെയാണ്. റാണവിൻ്റെ പോയി സംസാരിക്കുന്നു. ഓക്കെ, ഞാൻ കുടിക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കുടിക്കാൻ പോകുമ്പോഴത്തെ അപ്പം ടാസ്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ക്യാൻ, നമ്മളിങ്ങനെ പിടിക്കുന്ന നടക്കുന്ന ഒരു വലിയ ക്യാനാണ് 5 ലിറ്റർ. അപ്പോൾ നമ്മുടെ വെള്ളം കുടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ അല്ല, ഒരു ക്യാൻ പോലത്തെ ഒരു സാധനം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഷോക്കാവും. 5 കുപ്പിയിൽ 5 ലിറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇത് വരത്തില്ല. പക്ഷെ ഇത് അല്ലാതെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇത്രയും ഞാൻ കുടിക്കണമെന്നല്ല. എന്നാലും റാണവ മാക്സിമം കുടിച്ചു. ഛർദ്ദിക്കുന്നുണ്ട്. എന്നിട്ട് റാണവ് ഇത് ആക്ടിവിറ്റി ഏരിയയിൽ ഈ ടാസ്ക് നടക്കുന്ന ആളും ടാസ്ക് കൊടുത്ത ആളും മാത്രമേ അവിടെ ഉള്ളൂ. ചെയ്യുന്നയാളും യഥാർത്ഥത്തിൽ വന്ന ആൾ മാത്രമേ അവിടെ നിൽക്കാവൂ. ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് റാണം എന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയകത്തൂടെ കൈയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. എന്തിന്? ഇത് പുറത്ത് പോയിട്ട് അടുത്ത് കുടിക്കാൻ വേണ്ടി. ബുദ്ധിയൊക്കെ ഉണ്ട് റാണവിന്, കുബുദ്ധികൾ. അങ്ങനെ ഏതാണ്ട് ഒരു നിർത്താൻ പറയുന്നുണ്ട്. ദീപക്ക് പറയുന്നുണ്ട് നിർത്ത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. ബിഗ് ബോസും പറയുന്നുണ്ട് തുടങ്ങുന്നതിന് മുന്നേ പറ്റൂല്ലെങ്കിൽ നിർത്തണോ എന്നുള്ള കാര്യം. റാണവ അതൊന്നും കേൾക്കാതെ അവസാനം വരെ ഛർദ്ദിക്കുന്നു, ഇടയ്ക്ക് പോയി വാന്തുന്നു കൈയിട്ട്. എന്നിട്ട് അവസാനം ആ ക്യാൻ മൊത്തം 5 ലിറ്റർ ആണല്ലോ, അതിനകത്ത് ഒരു പകുതിയോളം കുടിക്കുന്നു. അതായത് ഏതാണ്ട് ഒരു 2 ലിറ്ററോളം 2-2.5 ലിറ്ററോളം റാണവ് കുടിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം ആ റൗണ്ടും കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ആ റൗണ്ടിൽ നിന്ന് ആര് ഔട്ടാവുന്നു? റാണവിന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ദീപക്ക് ഔട്ടാവുന്നു. റൗണ്ട് 3 വരുന്നു. ജാക്ലിനാണ് പോയി ഫോൺ എടുക്കുന്നത്. ഏറ്റവും യമണ്ടൻ ടാസ്ക് കിട്ടിയത് ജാക്ലിനാണ്. ജാക്ലിന് കിട്ടുന്ന ടാസ്ക് ഇതാണ്. ഇത് ടിക്കറ്റ് ഫിനാലയിലെ അവസാന മത്സരമായിരിക്കും. അയാൾക്ക് ഉള്ള അവസാന മത്സരമാണ്. അയാൾക്ക് ടിക്കറ്റ് ഫിനാലയിൽ ഇനി എത്ര ടാസ്ക് ഉണ്ടെങ്കിലും മത്സരിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പോയിന്റുകൾ ഡീൽ വെക്കാം. അതായത് ജാക്ലിന് ഇനി കിട്ടാൻ പോകുന്ന പോയിന്റുകളോ അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്നതോ ഇനി കിട്ടുന്നതോ ഒക്കെ എന്ത് ചെയ്യാം, അയാളുമായിട്ട് ഒരു ഡീല് വെച്ചുകൊണ്ട് അയാൾക്ക് പോയിന്റുകൾ കൊടുക്കുക. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഇത്തവണ അയാൾക്ക് ഇതിലൂടെ കൂടെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അയാൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പം ജാക്ലിനുമായിട്ട് ഒരു ഉടമ്പടി വെച്ച് ജാക്ലിന് കിട്ടാൻ പോകുന്ന പോയിന്റ്സ് അയാൾക്കോ അല്ലെങ്കിൽ എനിക്കോ നിനക്ക് വേണ്ടി ഞാൻ ഔട്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരു മനുഷ്യന് സമ്മതിക്കാത്ത ഒരു ഉടമ്പടിയാണ് ഈ സാധനം. അപ്പം ആരോട് ചോദിക്കാം? അപ്പം അരുണാണ് എന്ന് പറയുന്നത്. നേരെ അരുണെ ചോദിക്കാൻ പോകുന്നു. ജാക്ലിൻ നേരെ പറഞ്ഞാടാ ഇത് നടക്കൂല, എന്നാലും ഞാൻ ഒരു പേര് പറയാം, ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടാണ് നിന്റെ പേര് പറഞ്ഞത്. അരുൺ ചോദിക്കുന്നത് നീ സമ്മതിക്കണ്ടടാ, എനിക്കറിയാം ഇത് പറ്റത്തില്ല, ആരെ കൊണ്ടായാലും പറ്റത്തില്ല. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട് ഇനി എത്ര ടാസ്ക് ഉണ്ട് ഇതിന് ശേഷം. എന്നാൽ ഞാൻ ഓക്കെ പറയാം. ഇനി അടുത്തൊരു ടാസ്ക് കൂടെ ഉള്ളൂ എങ്കിൽ ഞാൻ ഓക്കെ പറയാം
അപ്പം ഇത്രയൊന്നും അറിഞ്ഞുകൂടാ, അതൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, ആരും നോട്ട് കൺവിൻസ്ഡ് ആണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. ജാക്ലിൻ ലിവിംഗ് റൂമിൽ പോയി എല്ലാവരോടും ചോദിക്കുന്നു, ആർക്കും പറ്റില്ല, ആരും സമ്മതിക്കൂലല്ലോ. അങ്ങനെ ജാക്ലിൻ്റെ 1 പോയിന്റ് കുറയുന്നു. അങ്ങനെ 3 പോയിന്റ് ഉണ്ടായിരുന്ന ജാക്ലിന് 2 പോയിന്റായിട്ട് മാറുന്നു. പിന്നീട് മുത്തു, അപ്പോഴാണ് മുത്തു അവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്നത് എന്താണ്, അവിടെ ഇപ്പൊ നമുക്ക് തന്ന ടാസ്ക് ഇല്ലേ, അതിനകത്ത് പോയി ധൈര്യത്തോടു കൂടി ഫോൺ എടുക്കുന്ന ആളാണ് അവിടെ ഫോൺ എടുക്കുന്ന ആൾക്കാണ് ധൈര്യമുള്ളത്. ധൈര്യം വേണം, ഫോൺ എടുക്കാൻ ഓടി വന്ന് ധൈര്യം കാണിക്കണം. അപ്പം നമ്മുടെ റയാൻ പറയണം, ഓടി വന്നവരിപ്പോ പിന്നെ എന്താണ് എന്നിങ്ങനെ ചോദിക്കണം. ഓടി വന്നവർക്ക് എന്താ, ധൈര്യമുള്ളവരാ, ഓടി വന്നവർ അവസാനം പേടിച്ച് മാറിയില്ലേ, ധൈര്യമുള്ളവരല്ലേ ഫോൺ എടുത്തത് എന്നിങ്ങനെ പറയണം. ഓടി വന്ന് എടുക്കാനൊരു ധൈര്യം വേണം എന്നിങ്ങനെ മുത്തു അതിനൊന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നു. അപ്പൊ മഞ്ജരി കേൾക്കണം, എടാ മുത്തു, രാവിലെ ഇതേ കാര്യത്തിനാണ് റയാൻ വന്നത് നിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞത്. എന്തിന്, നീ കാണിച്ചത് ഇപ്പൊ പ്രൊവോക്കിംഗ് ആണ് എന്നിങ്ങനെ പറയാം. ആ കേസാണ് നീ ഇപ്പൊ തിരിച്ച് കാണിച്ചത്. അപ്പൊ റയാൻ എന്നൊന്നും തോന്നുന്നില്ല. മുത്തു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ മഞ്ജരിയോട് പറയുമ്പോൾ ശരിയാണല്ലോ, അവൻ എന്നെ കളിയാക്കിയല്ലോ. അപ്പൊ റയാൻ, എടാ ഒറ്റയ്ക്ക് കളിക്കാനും വേണോടാ ധൈര്യം, ഞാൻ ഒറ്റയ്ക്കാടാ കളിക്കുന്നത്, നിനക്ക് ധൈര്യം ഉണ്ടോടാ ഒറ്റയ്ക്ക് കളിക്കാൻ, കാണുന്നവർക്ക് അറിയാടാ. അപ്പോഴത്തേക്കും മുത്തു, എൻ്റെ പൊന്ന് ദീപക്കണ്ണ, ആരടാ ഇവൻ. അപ്പോഴത്തേക്കും റയാൻ, എടാ അത് തന്നെ എനിക്കും കേൾക്കാനുള്ളത്, നീ ആരാന്നേ എനിക്ക് അറിഞ്ഞൂടടാ അപ്പം മുത്തു, ഇവന്താ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അടി ഉണ്ടാക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ മുത്തു സ്വയം കുഴിച്ച കുഴിയാണ്, അത് വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മുത്തു പറയണം, മഞ്ജരി നീയാണ് ശകുനി വേല ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നത് കേട്ടാ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. മഞ്ജരി, എടാ നീ ആ വേർഡ് അവിടെ പറഞ്ഞത് തെറ്റാണ്, അതിന് നീ സോറി പറ. മുത്തു പറയണേ, എൻ്റെ ഇന്റൻഷൻ അതല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ ഇന്റൻഷൻ അതല്ലായിരിക്കാം, രാവിലെ റയാന്റെ ഇന്റൻഷനും അവൻ ആ വേർഡ് പറഞ്ഞപ്പോൾ അതല്ലായിരിക്കാം, പക്ഷെ അവൻ ഭയം എന്നൊരു വേർഡ് അവിടെ പറഞ്ഞത് കൊണ്ടാണ് നിന്റെ അടുത്ത് രാവിലെ മാപ്പ് പറഞ്ഞത്. അപ്പം നീ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം നീ കാണിച്ചതും തെറ്റാണ്, പ്രൊവോക്കിംഗ് ആണ്. ശരിയാണ്, രാവിലെ ഈ പറഞ്ഞ റയാനെ കൊണ്ട് മാപ്പ് പറയിച്ചെങ്കിൽ ഇപ്പൊ മുത്തുവിന് മാപ്പ് പറയാം. മുത്തു പെട്ടതാണ്, പക്ഷെ മുത്തു ആ സമയത്ത് ഒരു സോറി പറഞ്ഞെങ്കിൽ അത് സാധനം തീർന്നേനെ. പക്ഷെ മുത്തു അത് പറയുന്നില്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മഞ്ജരി പറയുന്നത്, നീ ഉദ്ദേശിച്ചതല്ല, ഓക്കെ, പക്ഷെ നീ ആ വേർഡ് പറഞ്ഞോ, അത് തെറ്റാണ്, അപ്പൊ നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ മാപ്പ് പറയുന്നില്ല. ആ പ്രശ്നം അങ്ങ് നീണ്ടു പോകുന്നു. കുറച്ച് കഴിയുന്നു, ജാക്ലിൻ പറയുന്നത്, നിങ്ങൾ 2 പേരും ചെയ്തത് തെറ്റാണ്. അപ്പോഴത്തേക്കും മുത്തു, നീ സംസാരിക്കരുത്, നീ ഇതിനിടെ ഒന്ന് സംസാരിക്കുന്നത്, നമ്മൾ 2 പേര് പറഞ്ഞോളാം. നീ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഇനി കൊണ്ടുവരരുത്, എൻ്റെയും റയാൻ്റെ ഇടയ്ക്ക് നീ വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ വലിച്ചിടരുത്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പോയിന്റ് കൂടി കൺസിഡർ ചെയ്ത് ജാക്ലിൻ തലയ്ക്ക് ഭ്രാന്ത് കയറ്റാതെ എന്ന് ജാക്ലിൻ അടുത്ത് പറയുകയാണ്. അപ്പം മുത്തുവിന്, അപ്പം ഞാൻ ആലോചിക്കണേ, മുത്തുവിന് ഇതൊരു മുത്തു തന്നെ, നമ്മൾ ഇത്രയും ദിവസം കാണുന്ന മുത്തു ഇങ്ങനെ സംസാരിക്കൂലല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് മുത്തു പറയാണ്, എന്താണ് ഇവിടെ തീർന്ന പ്രശ്നം, എന്തിനാണ് മഞ്ജരി നീ കുത്തിപ്പൊക്കിയത്? മഞ്ജരി പറയണത്, രാവിലെ ഇതേ ഇൻസിഡന്റ് ആണ് ഇവിടെ നടന്നത്, അപ്പം നീ അന്നേരം നീ ന്യായം വാങ്ങിച്ചിട്ട് ഇപ്പം നീ തിരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം മുത്ത് പറയാണ്, ഒരുവിധം തീർന്നെന്ന് വെച്ചിരുന്ന പ്രോബ്ലം ആണത്, അത് അവൻ ഒരു രീതിയിലും കൺവിൻസ് ആവാത്തതുകൊണ്ടാണ് ഞാൻ പോയി സോറി പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത്. നീ ഇപ്പം അവനെ വെച്ച് എക്സാമ്പിൾ പറഞ്ഞത്, അത് കാട്ടിയപ്പോഴാണ് അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും മുത്തു ജാക്ലിന് വീണ്ടും സംസാരം. ജാക്ലിൻ പറഞ്ഞു, ശരിയല്ല മുത്തു, നീ ഇൻസൾട്ട് ചെയ്യാണ്, നിന്നെ ഞാൻ മൈക്കിന്റെ ബാറ്ററി മാറ്റാൻ വേണ്ടി ഒത്തിരി തവണ വിളിച്ചിട്ട് നീ വന്നില്ല, അനങ്ങി പോലും ഇല്ല അവിടെ നിന്ന്. അപ്പോഴത്തേക്കും മുത്തു, എന്നെ ഭ്രാന്ത് കേട്ടരുത്, ഞാൻ മൈക്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ നിന്നെ എന്താണ് ഇൻസൾട്ട് ചെയ്തത്, ഞാൻ അവിടെ ഇങ്ങനെ നിന്നല്ലേ ഉള്ളൂ, അത് നീ എന്നെ മൈൻഡ് ചെയ്യാതെ നിന്നത്. ഓരോ പൊറുപ്പ് നമുക്ക് തരുമ്പോൾ മാത്രമേ നമുക്ക് പൊരുപ്പെന്ന് വെച്ചാൽ എന്താ, മലയാളം കിട്ടില്ലല്ലോ, ഉത്തരവാദിത്തം തരുമ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തമ്മിലൊരു ശകല അവിടെ നടക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുകയാണ്, ഇരുട്ടും വരെ വെള്ളം കോരിയിട്ട് ഈ മുത്തു കൊണ്ടിട്ട് നീ കാണിച്ച വേല ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന്. കുറച്ച് കഴിഞ്ഞു റയാനും സൗന്ദര്യം കൂടെയാണ്. റയാൻ പറയാണ്, ധൈര്യമുള്ള ആൾക്ക് എന്തോ ഒറ്റയ്ക്ക് കളിച്ചുകൂടെ, ധൈര്യമുള്ള ആളാണ് ഫോൺ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ധൈര്യമുള്ള ആൾക്ക് ഒറ്റയ്ക്ക് കളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആരെപ്പറ്റി? മുത്തുവിനെ പറ്റി. അത് കറക്റ്റ് കാര്യമാണ്, അത് മുത്തു ഈ പറഞ്ഞ് പണി വാങ്ങിച്ചത് കൊണ്ടാണ് അത് കറക്റ്റ് കാര്യം എന്ന് പറയുന്നത്. അടുത്ത ബെല്ലടിക്കുമ്പോൾ സൗന്ദര്യമാണ് പോയി ഫോൺ എടുക്കുന്നത്. എൻ്റെ പൊന്നെ, അടുത്ത യമണ്ട ടാസ്ക്, നിങ്ങൾക്കിപ്പോൾ ഒരു സെറ്റ് മീൽസ് തരും, ഫുഡ് ഇപ്പോൾ വരും, ആ ഫുഡ് എന്ത് ചെയ്യണം, മുഴുവൻ കഴിക്കണം. എത്ര ഫുഡാണ് എന്താണ് എങ്ങനെ എന്നൊന്നും പറയത്തില്ല, മൊത്തം കഴിച്ചോണം. 45 മിനിറ്റ് 3/4 മണിക്കൂറാണ് സമയം തരുന്നത്. അപ്പം തന്നെ ആലോചിക്കുന്നത് ഇതൊരു പണിയാണ്. 3/4 മണിക്കൂർ സമയം തന്ന ആഹാരം തെറ്റിപ്പിക്കാനാണെങ്കിൽ എന്തോ ഒരു പണിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി എത്രയായാലും ഫുള്ള് കഴിക്കണമെന്ന് പറയുന്നു. ആരെ തീരുമാനിക്കുന്നു? വിശാലിനെ തീരുമാനിക്കുന്നു. വിശാലിനെ ചോദിക്കുന്നു, അടി ഓക്കെ എന്നൊക്കെ പറയുന്നു. വിശാൽ പോകുമ്പോൾ ഉണ്ട് സലാഡ്, ജിലേബി, റൊട്ടി, പനീർ ബട്ടർ, ഡാലിൻ്റെ എന്തോ ഒരു ഐറ്റം, ഗോബി 65, പിന്നെ റൈത്ത, വെജിറ്റബിൾ സൂപ്പ്, പിക്കിള്, പിന്നെ പപ്പടം, ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം
എല്ലാ സാധനവും അവിടെ ഇരിക്കുന്നുണ്ട്. വിശാൽ പക്ഷെ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യുന്നു കേട്ടോ. പക്ഷെ മൊത്തം 45 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആദ്യത്തെ ഒരു 10 മിനിറ്റ് വിശാൽ ഒന്ന് സ്ലോ ആവുന്നുണ്ട്. അതിനുശേഷം വിശാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ അവസാനം വരെ വിശാൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫുഡ് ഏതാണ്ട് ഫിനിഷ് ആവുന്നു. ഒരു 5 മിനിറ്റും കൂടി വിശാലിന് കിട്ടിയിരുന്നെങ്കിൽ വിശാൽ മൊത്തം കഴിച്ച ടാസ്കിൽ ജയിച്ചാണ്. പക്ഷെ ആ ടാസ്കിൽ തോക്കുന്നുണ്ട്. പക്ഷെ വിശാൽ അതിനകത്ത് ജയിക്കാൻ പറ്റിയതാണ്. ആദ്യത്തെ 10 മിനിറ്റ് വിശാൽ നല്ല ലാഗായിരുന്നു. നമുക്ക് പതിയെ എടുത്ത് കഴിച്ച് ഛർദ്ദിക്കുന്നുണ്ട്. 1 തവണ 2 തവണ 3 തവണ ഒക്കെ ഛർദ്ദിക്കുന്നുണ്ട്. എന്നാലും സൗന്ദര്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ റിവ്യൂവിൽ പറയാനിരുന്ന ഒരു കാര്യമാണ്, വിശാൽ ആർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. വിശാൽ ഇപ്പൊ സൗന്ദര്യയുടെ കൂടെ ചായുന്നത് നല്ല പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കൊടുത്ത ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 3 ആ ബൾബൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് പോലും ഔട്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് അതിന്റെ പല പല ക്ലിപ്പിംഗ്സുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പവിത്രയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കൈ അനക്കിയിട്ടില്ല, പക്ഷേ ലൈറ്റ് ഓഫായി. അപ്പൊ അതിനകത്ത് ബിഗ് ബോസ് കളത്തരം കാണിച്ചു എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അപ്പം ഈ ടാസ്ക് വിശാലിന് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സൗന്ദര്യ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുകയാണ്. ആ ടാസ്ക് കഴിയുന്നു അത്. പിന്നീട് പവിത്ര, ജാക്ലിൻ, മഞ്ജരി, റയാനൊക്കെ സംസാരിക്കുമ്പോൾ ജാക്ലിൻ പറഞ്ഞു, എടി ഇനി അടുത്ത് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ടാസ്ക് നീ ചെയ്യണം, മഞ്ജരി ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇനി ആ ടാസ്ക് ഇയാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരിക്കും പവിത്ര പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്നിനും കൂടില്ല, എനിക്ക് വേണ്ടി ആരും ടാസ്ക് ചെയ്യേയില്ല, എനിക്ക് ആരെങ്കിലും ടാസ്ക് തരാമെന്ന് പറയത്തൂല എന്ന് പറഞ്ഞിട്ട് പവിത്രയുടെ ദേഷ്യം കാണിക്കുകയാണ്. നീ അവൾക്ക് വേണ്ടി, അവൾ എനിക്ക് വേണ്ടി, ഇവള് മറ്റവർക്ക് വേണ്ടി എന്നൊക്കെ പറയും. എൻ്റെ പേരിവിടെ ആരും പറയത്തില്ല. അപ്പൊ ജാക്ലിൻ പറഞ്ഞു, എടി ഞാൻ ഒരു കാര്യം, ഇനി അടുത്ത് ഞാൻ വരുമ്പോൾ നീ ചെയ്യേ. അപ്പൊ അയ്യോ വേണ്ടേ, ഞാൻ ചെയ്തിട്ട് ഇവിടെ ആരും ഔട്ട് ആവണ്ടേ. മഞ്ജരി പറയണേ, എടി നിനക്ക് നീ ഔട്ട് ആവുന്ന തോന്നിപ്പോയി, സ്വന്തമായിട്ട് നമ്മൾ ഔട്ട് ആവാൻ ആരെങ്കിലും വിട്ടുകൊടുക്കും, അതുകൊണ്ടാണ് നിന്റെ പേര് പറയാത്തതെന്ന് മഞ്ജരി പറയുന്നുണ്ട്. അതെല്ലാം കഴിയുന്നു. ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 6 വരുന്നു. ഇതൊരു സൂപ്പർ ടാസ്ക് ആണ്, ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. വേറൊന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ പെഡസ്റ്റൽ ഉണ്ടാവും. ആ പെഡസ്റ്റലിൽ ഒരു ജഗ് ഉണ്ടാവും. ജഗ്ഗിന്റെ അവിടെയായിട്ട് 3 വടികൾ, ചെറിയ വടികൾ, കണക്ട് ചെയ്യുന്ന 3 വടികൾ പോലത്തെ 3 സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു പെഡസ്റ്റൽ ഉണ്ടാവും. ആ പെഡസ്റ്റലിലും 3 വടികൾ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ജഗ് എടുത്ത് ഒരു സംഭവമുണ്ട്, പിടിയുണ്ട്, അതിനകത്ത് ജഗ് എടുത്ത് വെക്കുക, ഒരു കമ്പ് കുത്തുക, ഒരു കമ്പ് കുത്തി ആ കമ്പിൽ പിടിച്ചുകൊണ്ട് അപ്പുറത്തെ അറ്റത്ത് പോകണം. ഈ അറ്റത്ത് നിന്ന്, ഗാർഡൻ ഏരിയയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് പോയി അവിടെ നമുക്കൊരു പെഡസ്റ്റലുണ്ട്. ആ പെഡസ്റ്റലിൽ കമ്പ് ഇരിപ്പുണ്ട്, ഒരു കമ്പെടുത്ത് കയറ്റണം. അടുത്ത് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്ന് ഒരു കമ്പെടുത്ത് കയറ്റണം, വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം കമ്പെടുത്ത്. മൊത്തം 6 സ്റ്റമ്പുണ്ട്. ഈ 6 സ്റ്റമ്പും കൂടി ഇതിന്റെ പിറകെ കയറ്റിട്ട് ഈ സാധനം വീഴാതെ വേണം കൊണ്ടുപോകും. 6 കയറ്റുമ്പോൾ നല്ല പൊക്കോ, 6 അടി പൊക്കോ ആവുന്നത്. ഇതും കൊണ്ട് അങ്ങോട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നടക്കൂല, ഈ സാധനം ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ടാസ്ക് നടന്നു. ബിഗ് ബോസ് പറഞ്ഞത് 2 റൗണ്ടായിട്ട് നടന്നാൽ മതി. കാരണം മൊത്തം 10 പേരില്ല, 10 പേർക്കുള്ള സ്പേസ് അവിടെ കിട്ടത്തില്ല. അത് മാത്രമല്ല, ഇത് നോക്കി നിൽക്കാൻ ആളും വേണം. മനസ്സിലായോ? അവിടെ പിടിക്കരുത്, ഇവിടെ പിടിക്കരുത്, അങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞത് നോക്കാൻ ആൾ വേണം. അങ്ങനെ ഈ ടാസ്ക് ജയിക്കുന്നവർക്ക് 5, 4, 3, 2, 1 അങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ടാസ്ക് എന്ത് ചെയ്യുന്നു, ജാറ വീണ് കഴിഞ്ഞാൽ ഔട്ടാവും. അറിയാമല്ലോ, നമ്മൾ മലയാളം ബിഗ് ബോസിലൊക്കെ വെറൈറ്റി ടൈപ്പിൽ ഈ ടാസ്കുകൾ വന്നിട്ടുണ്ട്, തമിഴിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റി. ഫസ്റ്റ് ഷിഫ്റ്റിൽ കളിക്കുന്നത് മുത്തുവും, വിശാലും, റയാനും, റാണവും, സൗന്ദര്യമാണ്. ഏറ്റവും കുറച്ച് സമയം എടുത്തുകൊണ്ട് ഇത് മൊത്തം 6 സ്റ്റമ്പും കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് വിജയ്. അപ്പൊ 2 ഷിഫ്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ള 5 പേർക്കാണ് പോയിന്റ് കൊടുക്കുന്നത്. മുത്തു കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം, റയാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്. റാണവ് കളിക്കുന്നത് എപ്പിസോഡിൽ പോലും കാണിച്ചിട്ടില്ല. റാണവിന് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരു കൈ ബുദ്ധിമുട്ടല്ല, അത് എപ്പിസോഡിൽ പോലും കാണിച്ചിട്ടില്ല. കളിച്ചിട്ടുള്ളവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. വിശാല്, റാണവ്, സൗന്ദര്യം തോക്കുന്നുണ്ട്, അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അടുത്ത രണ്ടാമത്തെ റൗണ്ടിൽ കളിക്കുന്നത് ദീപക്, അരുൺ, പവിത്ര, മഞ്ജരി, ജാക്ലിനാണ്. മഞ്ജരിക്കും അരുണും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജാക്ലിൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു, രണ്ടാമത് ദീപക്, തൊട്ട് പിറകെ ദീപക്, പവിത്ര മൂന്നാമത്. അങ്ങനെ ടോട്ടൽ 5 പേരെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. 5 പേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പവിത്ര 4 മിനിറ്റും 14 സെക്കൻഡും എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു, 1 പോയിന്റ്. ദീപക് 2 മിനിറ്റും 50 സെക്കൻഡും എടുത്ത് 2 പോയിന്റ്. ജാക്ലിൻ 2 മിനിറ്റും 47 സെക്കൻഡും എടുത്തുള്ളൂ, അതുകൊണ്ട് 3 പോയിന്റ്. റയാൻ 2 മിനിറ്റും 24 സെക്കൻഡ് എടുക്കുന്നുള്ളൂ, അങ്ങനെ റയാൻ 4 പോയിന്റ്. മുത്തു 1 മിനിറ്റും 50 സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അങ്ങനെ മുത്തുവിന് 5 പോയിന്റ് കിട്ടുവാണ്. അപ്പൊ ഇതെല്ലാം കഴിയുന്നു. പോയിന്റുകളൊക്കെ കിട്ടിയതിനു ശേഷം ബിഗ് ബോസ് പറയുകയാണ്, പോയിന്റ് ഒക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ, അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡിന്നർ, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയണം. അപ്പൊ പവിത്ര എന്താ ബിഗ് ബോസ്, നമുക്ക് എല്ലാവർക്കും പോയിന്റ് തരാൻ പോവുകയാണ് എന്ന് ചോദിക്കുകയാണ്. എന്റെ പൊന്നെ, ബിഗ് ബോസ് ഡിന്നറാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് തലയിൽ ബോധം ഉദിക്കുന്നത്, ഡിന്നർ കൊടുക്കണോ പോയിന്റ് കൊടുക്കണോ. പോയിന്റ് ആർക്കൊക്കെ വേണം, എല്ലാവരും അങ്ങോട്ട് കൈവെക്കുന്നു. ബിഗ് ബോസ് പറയാണ്, ഡിന്നർ പകുതി പേർക്ക് തരാം, പോയിന്റ് പകുതി പേർക്ക് തരാം, ആർക്കൊക്കെ വേണോ നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ എല്ലാവർക്കും ഡിന്നർ വേണ്ട, ഇവിടെ പോയിന്റ് മതി. ബിഗ് ബോസ് പറയണം, ഓക്കെ ഡിന്നർ തരൂല എന്നത് മാത്രമല്ല, നിങ്ങൾ വീട്ടിലെ ആഹാരം കഴിക്കാൻ പാടില്ല, നാളെ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരെ നിങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഓക്കെ, അതിനും സമ്മതം.
അപ്പോഴത്തേക്കും നിങ്ങൾ തന്നെ തീരുമാനിച്ചു 5 പേർക്ക് ഡിന്നറും തരാം, 5 പേർക്ക് ഓരോ പോയിന്റ് വെച്ച് തരാമെന്ന് പറയണം. അപ്പോഴത്തേക്ക് മുത്ത് പറയുകയാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കൂല, നമ്മൾ എല്ലാവരും കൈപൊക്കി ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ വരെ ബിഗ് ബോസ് പറഞ്ഞ ഈ റൂൾ അല്ലാതെ നമുക്ക് വെള്ളം കൂടെ കുടിക്കാതെ ആരൊക്കെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പം അയ്യോ ഇതൊന്നും പറ്റത്തില്ല, ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്, നീ അല്ല, നമ്മൾ ബിഗ് ബോസ് വെച്ചതിന്റെ മോളിൽ കൂടെ ആരും കൂടെ റൂളൊന്നും ഉണ്ടാക്കണ്ട എന്ന് സൗന്ദര്യ പറയുന്നു, റയാൻ പറയുന്നു. പക്ഷെ മുത്ത് പറഞ്ഞ് ഈ സാധനം കറക്റ്റാണ്. മുത്ത് കുറേ സാധനം ഒന്ന് കുഴിയിൽ വീണെങ്കിലും മുത്ത് പറഞ്ഞ് ഈ സാധനം കറക്റ്റാണ്. കാരണം ബിഗ് ബോസ് പറഞ്ഞു നാളെ രാവിലെ വരെ ആഹാരം കഴിക്കാതിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ആഹാരം കഴിക്കാതിരിക്കുന്ന ആൾക്ക് പോയിന്റ് തരാം എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഓക്കെയാണ്. അപ്പം ഇതെല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പുതിയ കണ്ടീഷൻ ആരുണ്ടാക്കണം, കണ്ടസ്റ്റൻസ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് മുത്ത് ഇവിടെ പറഞ്ഞത് ഓക്കെ നമുക്ക് വെള്ളം കുടിക്കാതെ കൂടി ആരിരിക്കും. അപ്പോൾ ബിഗ് ബോസ് അത് പറഞ്ഞിട്ടില്ല, അതല്ല വെള്ളം കുടിക്കാതെ ആരിരിക്കും. അപ്പോൾ ആർക്കും ആ റൂള് പറ്റത്തില്ല. അടുത്ത് ഓക്കെ എങ്കിൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാതെ ആരിരിക്കും, അതും ആർക്കും പറ്റത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒരു മെത്തേഡ് പറയാം. ഇപ്പം നമ്മൾ 10 പേരുണ്ട്, 5 പോയിന്റ് ബിഗ് ബോസ് തരുള്ളൂ 5 പേർക്ക്. അപ്പോൾ ഓരോരുത്തർക്കും അര പോയിന്റ് വെച്ച് ആണെങ്കിൽ 10 പേർക്കും 5 പോയിന്റ് ആണ്. അപ്പം ഒന്നുകിൽ ഇപ്പം എനിക്ക് 1/2 പോയിന്റ് ഉണ്ട്, ദീപക്കണ്ണന് 1/2 പോയിന്റ് ഉണ്ട്, എൻ്റെ പോയിന്റ് ഞാൻ ദീപക്കണ്ണന് കൊടുത്ത് ദീപക്കണ്ണന് ഒരു പോയിന്റ് ആക്കുക, അല്ലെങ്കിൽ ദീപക്കണ്ണൻ്റെ പോയിന്റ് എനിക്കോട്ട് വാങ്ങിച്ച് എനിക്ക് ഒരു പോയിന്റ് ആക്കി വെച്ചു. കാരണം 5 പോയിന്റ് ടോട്ടലുണ്ട്. അപ്പോൾ അത് അര പോയിന്റ് വെച്ച് 10 പേർക്ക് വേണം. മുത്ത് പറഞ്ഞ ആ സാധനം പൊളിയാണ്. അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ പോയിന്റ് പൊളി, അത് കറക്റ്റ് ആലോചിച്ച് പറഞ്ഞല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പം മുത്ത് പറയണം ഞാൻ എൻ്റെ പോയിന്റ് മഞ്ചരിക്ക് കൊടുക്കാം. അപ്പം മഞ്ചരി ഓരോരുത്തർക്ക് 1/2 പോയിന്റ് ഉണ്ട്, ഒന്നുകിൽ വേറൊരാൾ അവർക്ക് 1/2 പോയിന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ 1/2 പോയിന്റ് കൊടുക്കണം, അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. അപ്പം മുത്തു മഞ്ചരിക്ക് 1/2 പോയിന്റ് കൊടുത്ത് മഞ്ചരിക്ക് 1 പോയിന്റ് ആവുന്നു. ദീപക് വിശാലിന് 1 പോയിന്റ് 1/2 പോയിന്റ് കൊടുത്ത് വിശാലിന് 1 പോയിന്റ് ആവുന്നു. ജാക്കലിൻ പവിത്രയ്ക്ക് 1/2 പോയിന്റ് കൊടുത്ത് പവിത്രയ്ക്ക് 1 പോയിന്റ് ആവുന്നു. സൗന്ദര്യ അരുണിന് 1/2 പോയിന്റ് കൊടുത്ത് അരുണിന് 1 പോയിന്റ് ആവുന്നു. ബാക്കി റാണവ് റയാനും മാത്രം വരുന്നു. 2 പേർക്കും കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അവസാനം ഒരുവിധം 2 പേർക്കും പോയിന്റ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് റയാൻ വിട്ടു കൊടുക്കുന്നു, റാണവിന് അങ്ങനെ പോയിന്റ് ആവുന്നു. അപ്പം മഞ്ചരി, വിശാല്, പവിത്ര, അരുൺ, റാണവ് ഇവർക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് രാത്രിയിലത്തെ അവിടുത്തെ കൊടുത്തയച്ച ഫുഡും കഴിക്കാൻ പാടില്ല, വീട്ടിലെ ഫുഡും കഴിക്കാൻ പാടില്ല, നാളെ രാവിലെ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അതാണ് അങ്ങനെ ബാക്കി 5 പേർക്കുള്ള ഫുഡ് വരുവാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള മെയിൻ ഇൻസിഡൻസ്. ഇനി ഞാൻ ടോട്ടൽ പോയിന്റ്സ് പറയാം, ഇന്ന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ്, ഇന്നലെ വരെ കിട്ടിയതും ഇന്ന് കിട്ടിയിട്ടുള്ള പോയിന്റ്സും പറയാം. റയാന് ഇന്നലെ വരെ ഇന്നലെ നടന്ന ടാസ്ക്, ഇന്നലെ 1, 2, 3 ടാസ്കുകൾ നടന്നു, അതിനകത്ത് 4 പോയിന്റ്. ഇന്ന് ടാസ്ക് 6 4 പോയിന്റ്. അപ്പോൾ ടോട്ടൽ 8 പോയിന്റാണ് റയാന്. ഏറ്റവും മുന്നിൽ റയാനാണ്. രണ്ടാമത് മുത്തു ആണ്. ഇന്നലെ വരെയുള്ള ടാസ്കിൽ മുത്തുവിന് 1 പോയിന്റും ഇന്ന് നടന്നിട്ടുള്ള ടാസ്ക് 6 5 പോയിന്റും കിട്ടി. മുത്തുവിന് ടോട്ടൽ 6 പോയിന്റ് സെക്കൻഡ് പൊസിഷനിൽ. തേർഡ് പൊസിഷനിൽ വിശാലാണ്. ഇന്നലെ വരെ വിശാലിന് 5 പോയിന്റും ഇന്ന് ബോണസ് വന്നല്ലോ, ഈ എന്താ പറയുക ലാസ്റ്റ് വരുന്ന ഫുഡ് വേണോ അത് വേണോ, അപ്പോൾ അതിനകത്ത് വഴി 1 പോയിന്റും കൂടെ ചേർന്ന് വിശാലിന് 6 പോയിന്റ്. അടുത്ത് ജാക്കിലിന് ഇന്നലെ വരെ 3 പോയിന്റ് ഉണ്ടായിരുന്നു, ഇന്ന് 1 പോയിന്റ് മൈനസ് ആയി, വീണ്ടും 2 ആയി. എന്നിട്ട് 6ാമത്തെ ടാസ്ക് വന്നപ്പോൾ 3 പോയിന്റ് ജാക്കിലിന് വീണ്ടും കിട്ടി, അങ്ങനെ 5 പോയിന്റ് ടോട്ടൽ. ദീപക്കാണ് 5ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്, 3 പോയിന്റ് ഇന്നലെ വരെ കിട്ടി, ഇന്ന് 6ാമത്തെ ടാസ്കിൽ 2 പോയിന്റ് കിട്ടി, അപ്പോൾ ടോട്ടൽ 5 പോയിന്റ് ആണ്. മഞ്ചരിക്ക് ഇന്നലെ വരെ 1 പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഒരു ടാസ്കിൽ മഞ്ചരിക്ക് 3 പോയിന്റ് കിട്ടി, പിന്നെ ലാസ്റ്റ് വന്ന ബോണസ് 1 പോയിന്റ് കൂടെ കിട്ടി, എത്രയായി 5 ആയി. സൗന്ദര്യമാണ് അതിൻ്റെ താഴെ, ഇന്നലെ വരെ 4 പോയിന്റ്, ഇന്നും അതേ സെയിം തന്നെയാണ്. റാണവ് ഇന്നലെ വരെ 3, ഇന്ന് കിട്ടിയ ബോണസും കൂടെ ചേർത്ത് 4. പവിത്ര ഇന്നലെ 2, ഇന്ന് 1 പോയിന്റ് പവിത്ര കളിച്ച് മേടിച്ചു, 1 പോയിന്റ് ബോണസും കിട്ടി, അപ്പം 4. അരുൺ ഇന്നലെ വരെ 2, ഇന്നൊരു പോയിന്റ് ബോണസും കിട്ടി, അങ്ങനെ ടോട്ടൽ 3. ഇതാണ് എല്ലാവരുടെയും പോയിന്റ് നില. ഇതാണ് റിവ്യൂ, പറയാനുള്ള റിവ്യൂ ഇതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ടിക്കറ്റ് ഫിനാലെ ഇഷ്ടപ്പെടുന്നതേ ഇല്ല. കാരണം ബാക്കിയുള്ളവരെ നശിപ്പിക്കുക, അവരുടെ പോയിന്റ് എടുക്കുക, ഇവർക്ക് പോയിന്റ് കൊടുക്കുക, ഭയങ്കര ബഡ്ജറ്റ് കുറവുള്ള പണി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇവരുടെ കയ്യിൽ പണം ഇല്ലേ എന്തോ ഇത് നടത്താൻ, അതുപോലെ എനിക്ക് തോന്നിപ്പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ടിക്കറ്റ് ഫിനാലെ ഇതിനേക്കാളും രസം ഉണ്ടായിരുന്നു, ഗ്രൂപ്പൊക്കെ തന്നെയായിരുന്നു, എന്നാലും ഇതിനേക്കാളും രസം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട് എനിക്ക്. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം, റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.